നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ വെച്ച് ചെവിയിൽ വെടിയേറ്റ് നമ്മൾ കണ്ടു. ഒരാളവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. വെടിവെച്ചത് ഒരു ചെറുപ്പക്കാരനാണ്. അവരെ അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗാർഡ് അയാളെയും വെടിവെച്ച് കൊന്നു. ഇത് ചെവിയിൽ മുറിവേറ്റ ട്രംപ് കൈ ഉയർത്തി പിടിച്ച് ഉറക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ട്രംപിനെ പോലെ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ ഇങ്ങനെ വളരെ അടുത്ത് വന്ന ഒരാൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അടുത്തെന്ന് വെച്ചാൽ ഒരു പരിപാടിക്കകത്ത് നിന്ന് സെക്യൂരിറ്റിയെ മറികടന്ന് വെടിവെച്ച് കൊല്ലാൻ അല്പം മാറിയിരുന്നെങ്കിൽ ട്രംപിന് ജീവാപായം ഉണ്ടായേനെ. ആരാണ് അതിന് ശ്രമിക്കുന്നത്? അതിന് പിന്നിലാരാണ്? അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ ഏജൻസിയെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ സംഗതിയെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ലോകത്താകമാനമുള്ള നേതാക്കൾ ട്രംപിന് ഉണ്ടായിട്ടുള്ള ഈ അപകടത്തിലുള്ള ഞെട്ടൽ രേഖപ്പെടുത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ഈ ഇൻസിഡൻറ്റിന് ശേഷിയുണ്ടാകുമോ? ആർക്കാണ് ട്രംപിനെ വധിക്കേണ്ടത്? ഇതൊരു ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭ്രാന്താണോ? അതിനപ്പുറത്തേക്ക് അമേരിക്കയിൽ ഉള്ള ഏതെങ്കിലും ഒരു പൊതുവികാരത്തിൻ്റെ പ്രകടനമാണോ? നമ്മളത് സംസാരിക്കാൻ വിചാരിക്കുകയാണ്. ആദ്യം ദൗസാബിന് എന്താണ് തോന്നുന്നത്? ട്രംപിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരുടെ പിന്നിലെന്താവും? അല്ല, ഈ ട്രംപിനെ കൊന്ന ആൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒരു ചെറിയ പയ്യനാണ്, 20 വയസ്സായിട്ടുള്ള തോമസ് ക്രൂക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ അമേരിക്കയിൽ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്ത ആളാണ്. അവൻ്റെ ആദ്യത്തെ വോട്ട് വരാൻ പോകുന്നുള്ളൂ ഈ ഇലക്ഷനിൽ. അപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇയാളുടെ മോട്ടീവ് എന്തായിരുന്നു എന്നറിയണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, അധ്യാപകർ അവരൊക്കെ ഇവനെക്കുറിച്ച് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ സാധാരണ അമേരിക്കയിൽ ഈ വെടിവെപ്പ് എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള സംഗതിയല്ല. അപ്പോൾ ഇത്തരം വെടിവെപ്പ് കേസുകൾ വരുമ്പോഴൊക്കെ പുറത്തു വരുന്ന ഈ വെടിവെച്ച ആളുടെ ഈ അറ്റാക്കറുടെ ഒരു പ്രൊഫൈൽ പുറത്തു വരാറുണ്ട്. അതിലേതാണ്ട് എല്ലാറ്റിലും വരുന്ന അതേ കാര്യം തന്നെയാണ് ഈ പയ്യൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് എന്നാണ്. വളരെ ഷൈ ആയിട്ടുള്ള ആളാണ്, വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്ത ആളാണ്. ക്ലാസ്സിലാണെങ്കിൽ വളരെ അച്ചടക്കമുള്ള കുട്ടിയാണ്. ഇതേതാണ്ട് എല്ലാ കേസുകളും വരുന്നതാണ്. അത് തന്നെയാണ് ഇവനെക്കുറിച്ചും പുറത്തു വന്നിട്ടുള്ളത്. ഇവൻ്റെ അച്ഛനും അമ്മയും സർട്ടിഫൈഡ് ബിഹേവിയറൽ കൗൺസിലേഴ്സാണ് അവിടുത്തെ അമേരിക്കയിൽ. അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഒന്നാമതായിട്ട് അയാൾ ജീവിച്ചിരിപ്പില്ല. പിന്നെ പാർട്ടി രാഷ്ട്രീയമായ ചായ്വ് നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് ഇയാൾ. അപ്പോൾ അതിനെക്കുറിച്ച് ചില അമേരിക്കൻ മാധ്യമങ്ങൾ വന്നുള്ള കാര്യം, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയായിരിക്കെ തന്നെ ട്രംപ് അല്ലായിരുന്നു സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന അഭിപ്രായം ഇയാൾക്കുണ്ടായിരുന്നു അത്രേ. അത് ആരോടൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്ന നിലക്കുള്ള ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പം എനിവേ അത് എല്ലാ വെടിവെപ്പ് സംഭവങ്ങളിലെന്ന പോലെ അത് മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, ഇങ്ങനെ വെടിവെപ്പ് ഉണ്ടാവുക എന്ന് പറയും. ഇന്നലെ അമേരിക്കയിൽ വേറെ വെടിവെപ്പ് നടന്നിട്ടുണ്ട്. 9 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് നൈറ്റ് ക്ലബ്ബുകളാണ്. അപ്പം വെടിവെപ്പ് എന്നുള്ളത് അമേരിക്കയിലൊരു ചെറിയ കാര്യമല്ല. പിന്നെ എന്താണ് അസാധാരണമായിട്ടുള്ള കാര്യമല്ല. പ്രസിഡന്റുമാർക്കെതിരെയുള്ള വെടിവെപ്പ് 6 പ്രസിഡന്റുമാർ കൊല്ലപ്പെടുകയോ വെടിയേൽക്കുകയോ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ അമേരിക്കയിൽ. അതിൽ കാണേണ്ട കാര്യം, ഈ അമേരിക്കയിൽ ഒരാൾക്ക് സിഗരറ്റ് മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആൾക്കഹോൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ നിയമപ്രകാരം 21 വയസ്സാകണം. അതാണ് ഫെഡറൽ ഏജ് എന്ന് പറയുന്നത്, റെസ്ട്രിക്റ്റഡ് ഏജ് എന്ന് പറയുന്നത്. പക്ഷേ ഒരാൾക്ക് ഹാൻഡ് ഗൺ പൊസസ് ചെയ്യണമെങ്കിൽ നിയമപ്രകാരം 18 വയസ്സായാൽ മതി. 2 തോക്ക് കൈവശം വെക്കാം. അതെന്താണ് 1791 സെക്കൻഡ് അമെൻമെൻറ്റ് കാലം മുതൽ അമേരിക്കൻ ഭരണഘടനയുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു ജനറൽ നോട്ടിഫിക്കേഷൻ കാര്യമല്ല. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് തോക്ക് കൈവശം 18 വയസ്സായ ഒരാൾക്ക് 2 തോക്ക് കൈവശം വെക്കാം. അതേക്കുറിച്ച് തന്നെ സൂക്ഷ്മമായി പറഞ്ഞാൽ അതിൽ പറയുന്ന ഹാൻഡ് ഗൺ ആണ്. അപ്പോൾ ലോങ് ഗൺ അതിൻ്റെ താഴെയുള്ള വയസ്സുള്ളവർക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. 18 വയസ്സായി കഴിഞ്ഞാൽ ഹാൻഡ് ഗൺ 2 കൈവശം പോകും. അമേരിക്കയുടെ പോപ്പുലേഷൻ ലോക ജനസംഖ്യയുടെ 4% അമേരിക്കയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലോകത്തെ പ്രൈവറ്റ് ഗണ്ണിൻ്റെ 46% അമേരിക്കയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെൻസിറ്റി ആലോചിച്ച് നോക്കും. എത്ര ലൈസൻസ്ഡ് ഗൺസ്? ലൈസൻസ് ആവശ്യമില്ല ശരിക്കും. പ്രൈവറ്റ്ലി ഓൺഡ് ഗൺ എന്ന് പറയാം, ലീഗലി ഓൺഡ് ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ 46% ഈ പറയുന്ന ലോകത്ത് മൊത്തം പ്രൈവറ്റ്ലി ഓൺ ഗണ്ണിൻ്റെ 46% അമേരിക്കയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം ശരാശരി 50,000 ആളുകൾ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്
വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മൾ സാധാരണ ആഭ്യന്തര കലാപം നടക്കുന്ന രാജ്യങ്ങൾ, സംഘർഷമുള്ള രാജ്യങ്ങൾ, ഇതേക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ അവികസിത നാടുകളിലേക്കാണ് പോവുക. 50,000 മനുഷ്യർ, സിവിലിയൻസ് അവിടെ അവരുടെ തന്നെ സഹോദരന്മാരുടെ വെടിയേറ്റ് ഒരു വർഷം അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റാണ് ഈ ഗൺ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത് സ്ട്രിക്റ്റ് ആക്കണം, ഗൺ ലോ സ്ട്രിക്റ്റ് ആക്കണം, സ്ട്രിക്റ്റ് ആക്കണ്ട, ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അമേരിക്കൻ പൊളിറ്റിക്സിലെ കൗതുകകരമായിട്ടുള്ള ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അബോർഷൻ ലോ ബന്ധപ്പെട്ട ഡിബേറ്റ്, പിന്നെ ഈ ഗൺ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട ഡിബേറ്റ്. അതിൽ ഈ ഗൺ ലൈസൻസിങ് അത് സ്ട്രിക്റ്റ് ആക്കരുത് എന്ന നിലപാടുള്ള, ഇപ്പോഴത്തെ മട്ടത്തിൽ തന്നെ പോകണം എന്ന ശക്തമായ നിലപാടുള്ള ആളാണ് ആര്? ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആൾ. അതിൽ കൈവെക്കരുത് എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി പൊതുവെ ആ പൊസിഷനാണ് എടുക്കുന്നത്. അതിൽ കുറച്ചും കൂടി കടുത്ത പൊസിഷനാണ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. ഡെമോക്രാറ്റുകൾ ഇൻ പ്രിൻസിപ്പിൾ ഈ ഈ ഗൺ രാജ് അവസാനിപ്പിക്കണം, സ്ട്രിക്റ്റ് ആക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. പക്ഷേ അവരാരും അതിൽ ഇതുവരെ തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതിലേറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരാൾ ഒബാമയായിരുന്നു. ഒബാമയും അധികാരത്തിൽ വന്നപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണത് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനം ഈ ഗൺ ലോബി എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഈ സയനിസ്റ്റ് ലോബി, ഇസ്രായേൽ ലോബി എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അതിഭയങ്കരമായുള്ളൊരു ശക്തിയാണ്. കാരണം അത് വലിയൊരു ഇൻഡസ്ട്രിയാണ് നിഷാദ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗൺ ലോസിൽ എന്തെങ്കിലും സ്ട്രിക്റ്റർ മെഷേഴ്സ് കൊണ്ടുവരുമ്പോൾ അത് ആരെയാണ് ബാധിക്കുന്നത്? ഇവരുടെ വ്യവസായത്തെയാണ്, കച്ചവടത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പൊളിറ്റിക്സിൽ ഈ ക്യാമ്പയിനിങ്ങിൽ വലിയ തോതിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ആ നിലക്ക് മാറ്റാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല. രണ്ടാമത് മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് സെക്കൻഡ് അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഭരണഘടനയുടെ ജീവാത്മാവ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊവിഷനാണത്. അതെങ്ങനെയാണ് വന്നതെന്നുള്ള എഗൻ കൗതുകകരമായുള്ള സംഗതിയാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ സംവിധാനമാണ്. അപ്പോൾ ജനാധിപത്യപരമായി സംഘടിപ്പിക്കപ്പെട്ട ഭരണകൂടത്തെ പട്ടാളം അട്ടിമറിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാം എന്ന് അവിടുത്തെ ഭരണഘടനാ വിധാതാക്കൾക്കിടയിൽ വലിയ ഗൗരവപ്പെട്ട ചർച്ച നടക്കുന്നു. അപ്പോൾ അവർ കണ്ടെത്തിയ ഉത്തരമാണ് എന്ത് ചെയ്യാം, നമ്മൾ സിവിലിയൻസിനെ ആം ചെയ്യാം, പീപ്പിൾസ് മിലീഷ്യ, ജനങ്ങൾ അതിനെ പ്രതിരോധിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് പ്രതിരോധിക്കണം എന്ത് വേണം? ആയുധം വേണം. അങ്ങനെയാണ് ബിൽ ഓഫ് റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നത്. അപ്പോൾ അത് ഈ ദൃശ്യം ഒന്ന് നിഷാ ശ്രദ്ധിച്ച് നോക്കാം. ഈ വെടിവെപ്പ് നടക്കുന്നുണ്ടല്ലോ, സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പബ്ലിക് ഫംഗ്ഷനിലേക്ക് വെടിവെപ്പ് നടക്കുകയാണ്, എന്താ ചെയ്യുക? ആളുകൾ എന്താ ചെയ്യുക? ആളുകൾ ചിതറി ഓടുകയല്ലേ ചെയ്യുക? ഇവിടെ ആരും ചിതറി ഓടുന്നില്ലല്ലോ. എല്ലാവരും വെൽ ട്രെയിൻഡ് ആയിട്ടാണ് ആളുകൾ അമർന്നിരിക്കുകയാണ്. എന്താണ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്? പബ്ലിക്കിലേക്ക് വരുന്ന ഒരാൾ എനിക്ക് നേരെ ഒരു ബുള്ളറ്റ് വരാം എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫ് ട്രെയിൻഡാണ്. എങ്ങനെയാണ്? അപ്പോൾ കൃത്യമായൊരു നിർദ്ദേശം കിട്ടിയതുപോലെ എല്ലാവരും താഴേക്ക് പോവുകയാണ്, ആരും ചെതറി ഓടുന്നില്ല. അപ്പോൾ അത് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയമായി സംസാരിക്കുകയാണെങ്കിൽ തോക്കെടുത്തവൻ തോക്കാൽ എന്നുള്ള നിലക്കാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആ വെടി വന്നിരിക്കുന്നത്. കാരണം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അയാൾ. പക്ഷേ അദ്ദേഹം തലനാരിഴക്ക് രക്ഷപ്പെടുകയാണ് എന്ന് മാത്രം. അതിന് ശേഷം അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ജസ്റ്റർ ഉണ്ടല്ലോ, അത് ഭയങ്കരമായ സംഭവമാണ്. കാരണം 78 വയസ്സായ ഒരാളാണ് അയാൾ. ആ വെടിയേക്കുന്നു, ചോര മുഖത്തൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ എഴുന്നേറ്റ് നിൽക്കുന്നു, കൈ ഉയർത്തുന്നു, അങ്ങനെ ഡിഫിയൻ്റ് ആയിട്ടുള്ള ആ ഒരു പോസ്റ്ററിങ് ഉണ്ടല്ലോ, ഈസ് എ സ്ട്രോങ് മാൻ എന്ന് പറയുന്നൊരു ഇമേജ് അമേരിക്കൻ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിൽ അദ്ദേഹം അതിഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അത് ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞു, അമേരിക്കൻ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊക്കക്കോല വേണോ പെപ്സി വേണോ, ഈ രണ്ടിലൊന്നും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അമേരിക്കയുടെ ജനാധിപത്യം എന്ന് പറയുന്നത്. റിപ്പബ്ലിക്കൻസ് വേണോ ഡെമോക്രാറ്റ്സ് വേണോ, ഇത് രണ്ടിലൊന്നും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു ഓർമ്മശേഷി നഷ്ടപ്പെട്ട ഒരു വൃദ്ധനെ വേണോ, കിറുക്കനായ ഒരു വൃദ്ധനെ വേണോ എന്നൊരു തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. അതിൽ മിക്കവാറും കിറുക്കനായ വൃദ്ധൻ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, രാജ്യംസ് ഇപ്പോൾ അമേരിക്കയിലെയും ഈ ഗൺ ഷോട്ടുകൾ അല്ലെങ്കിൽ തോക്കെടുത്തിട്ടുള്ള ആക്രമണങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ തോക്ക് സംസ്കാരത്തെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായ ഇൻസിഡൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പോൾ ട്രംപ് വന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത്രേ ഉള്ളൂ. ട്രംപ് വന്നതിൻ്റെ സ്പെഷ്യാലിറ്റി അല്ല. കാരണം ഈ പയ്യൻ രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മെമ്പറാണ്. അദ്ദേഹം ഈ പയ്യൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ 20 വയസ്സുള്ള ആളാണ്. പയ്യനൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു തോമസ് മാത്യു ക്രൂക്ക്, അമ്മ ഡെമോക്രാറ്റുകാരിയാണ്.
അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഡെമോക്രാറ്റിന് $15 സംഭാവന ചെയ്തതിൻ്റെ റെക്കോർഡുണ്ട്. അപ്പോൾ അന്ന് അവൻ ഡെമോക്രാറ്റ് ആയിരുന്നു. പിന്നീട് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ റിപ്പബ്ലിക് ആയതായിരിക്കും. ഇവന് സ്കൂളിലെ റൈഫിൾ ക്ലബ്ബിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിന് പുറത്താക്കിയ ആളാണ്. അത്ര നല്ല ഷൂട്ടർ ആയിരുന്നില്ല, അതുകൊണ്ട് പുറത്താക്കിയ ആളാണ്. ഇന്നലെ അത് തെളിയിച്ചു. ഇവനെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവൻ യൂട്യൂബിൽ പോയിട്ട് ഷൂട്ടിംഗ് പഠിച്ചു. അപ്പോൾ ഇവൻ മരിച്ചു കിടക്കുമ്പോൾ ഇവൻ്റെ ടീഷർട്ടിൽ യൂട്യൂബിലൊരു പ്രമുഖ ഷൂട്ടിംഗ് ചാനലുണ്ട്, ഡിസ്ട്രക്ഷൻ റഞ്ച് അങ്ങനെ എന്തോണ് അതിൻ്റെ പേര്, ഡെമോളിഷൻ റഞ്ച് അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ സിമ്പിൾ ഉള്ളൊരു ടീഷർട്ട് ധരിച്ചാണ് അവൻ മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചാനലെടുത്ത് നോക്കി. ചാനലിൽ എങ്ങനെ വെടിവെക്കാം, വിവിധ തരം തോക്കുകളൊക്കെ പരിചയപ്പെടുത്തുന്ന, അതിൻ്റെ 11 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ആ ചാനലിന്. അപ്പോൾ അങ്ങനെ അവൻ പഠിച്ച് വെടിവെച്ചതാണ്. പക്ഷേ അവന് ലക്കില്ലാതായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ച് ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് തൊട്ടപ്പുറം ഒരു ബിൽ ബോർഡ് ഉണ്ടായിരുന്നു, അതൊരു ചാർട്ട് കാണിച്ചു അമേരിക്കയിലേക്ക് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കണക്ക് വെച്ചുള്ളൊരു ചാർട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ട്രംപ് ഇങ്ങനെ തിരിയുന്ന സമയത്താണ് വെടി വന്നത്. അതർവൈസ് അയാൾ തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ പിൻഭാഗത്തൂടെ കടന്നു പോകാൻ, തലയുടെ പിൻഭാഗത്തൂടെ ബുള്ളറ്റ് കടന്നു പോകാൻ. അത് ജസ്റ്റ് എസ്കേപ്പാണ്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അതിന് കൊടുത്തൊരു ഹെഡിങ് കണ്ടല്ലോ, ഡൊണാൾഡ് ട്രംപ്സ് ഡെത്ത് എന്നാണ് അവർ കൊടുത്ത ഹെഡിങ്. ശരിക്കും അത് തന്നെയാണ്. വളരെ ഭയങ്കര ഭാഗ്യവാനാണ് ട്രംപ് അർത്ഥത്തിൽ. ആ ചെരിവ് വളരെ ചെറിയൊരു ചെരിവാണ്, ഇങ്ങനെ ചെരിയുന്നേ ഉള്ളൂ, പക്ഷേ ചെവിയിൽ അതിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ലോൺ വൂൾഫ് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് ഈ FBI ഒക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത്. ടെററിസമാണ് എന്ന് പറയുമ്പോൾ തന്നെ ലോൺ വൂൾഫാണ്, പ്രത്യേക ഐഡിയോളജിയുടെ ഭാഗമായിട്ടൊന്നുമല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മെമ്പറായിട്ടുള്ള ഒരു പയ്യൻ ഒരു സുപ്രഭാതത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റിനെ കൊന്നുകളയാൻ പാകത്തിന് എന്ത് വിയോജിപ്പാണ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കും അതിന് ഉത്തരം കിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരാൾ റിപ്പബ്ലിക്കൻ ആവുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയം സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ ദാവസായി പറഞ്ഞ പോലെ പെപ്സി വേണോ കോള വേണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിനപ്പുറം കുറേ കൂടി ഇപ്പോഴത്തെ കാലത്ത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനും തമ്മിൽ രാഷ്ട്രീയമായൊരു പോളറൈസേഷൻ ഉണ്ട്. രണ്ടുപേരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, രണ്ടുപേരും ഇൻവേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, രണ്ടുപേരും അഫ്ഗാനിലോ ഇറാഖിലോ പോയി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചവരാണെന്നതിനപ്പുറം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനും തമ്മിൽ വലിയ തോതിൽ പോളറൈസേഷൻ ആഫ്റ്റർ ട്രംപ്, പ്രത്യേകിച്ചും ട്രംപിന് ശേഷം ആ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും മറ്റ് പല കാര്യങ്ങളിലും ഇപ്പോൾ അബോർഷൻ ലോയെ കൊണ്ടുവന്ന് തന്നെ ട്രംപ് അപ്പോയിൻ്റ് ചെയ്ത ജഡ്ജിമാരാണ് അത് അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ തോതിലൊരു ഡിവിഷൻ, ഒരു പോളറൈസേഷൻ അമേരിക്കൻ സൊസൈറ്റിയിലുണ്ട്. എന്നിരിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിനോടുള്ള എതിർപ്പുള്ള ആളുകളുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപ് സ്ഥാനാർത്ഥി ആവേണ്ടതില്ല, പ്രസിഡന്റ് ആവേണ്ടതില്ല, നിസ്സഹായതയോടെ ഈ ട്രംപിനെ പിന്തുണയ്ക്കേണ്ടി വരുന്ന റിപ്പബ്ലിക്കന്മാരുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അയാളെ കൊന്നുകളയാം എന്നൊക്കെ ഒരാൾ തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ കാരണം നമുക്കിപ്പോഴും വ്യക്തമല്ല. എനിക്ക് തോന്നുന്നത് ഒരു ഗൺ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഗൺ കൾച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഒന്ന് തെറി വിളിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ 2 തെറി വിളിച്ച് പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ നേരിട്ട് കണ്ട തല്ലുക, ഷൂ എറിയുക എന്നതിനപ്പുറം ഒരാളെ കൊന്നുകളയാൻ പാകത്തിന് എന്താണ് വരുന്നതെന്ന് വെച്ചാൽ പുതിയ ജനറേഷനിൽ ഉണ്ടാകുന്ന ഈ ഗൺ കൾച്ചർ കൊണ്ടുവരുന്നൊരു മാറ്റമാണ്. ഈ ഗൺ കൾച്ചർ അവസാനിപ്പിക്കാൻ ഇപ്പോൾ ട്രംപിന് നേരെ വെടിയുതിർത്തു എന്നുകൊണ്ട് അമേരിക്ക അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അതിന് മുമ്പ് ഒരു ഡിസ്കഷൻ നടന്നത് 2014 ഈ 2011, 12, 13, 14 ആ വർഷങ്ങളിൽ സ്കൂളുകളിൽ വെടിവെപ്പ് നിരന്തരമായ വാർത്തയായിരുന്നു US. സ്കൂളുകളിൽ പോവുക, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് വെടി തീർത്തിട്ട് പോവുക, കുട്ടികളെ കൊല്ലുക, കുട്ടികൾ തന്നെ സ്കൂളിൽ തോക്കുമായിട്ട് പോയി വെടിവെക്കുക. സ്കൂളുകളും നൈറ്റ് ക്ലബ്ബുകളാണ് അതിൻ്റെ പ്രധാന ഇരകൾ. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ഈ ഗൺ ലോ ഭേദഗതി ചെയ്യണമെന്നുള്ളൊരു ആവശ്യം ശക്തമായിട്ട് അമേരിക്കയിൽ ഉയർന്നിരുന്നു. ഒബാമ തന്നെ പറഞ്ഞു ഞാനിതിന് നിയന്ത്രണം കൊണ്ടുവരുന്നു. ഒബാമ പ്രഖ്യാപിച്ചാണ്, പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത്രമാത്രം എതിർപ്പാണ് വരുന്നത്. അത് ഈ ഭരണഘടന അമേരിക്കയിലെ പൗരന്മാർക്ക് കൊടുക്കുന്ന ആയുധം കൈവശം വയ്ക്കാനുള്ള അധികാരം മാത്രമല്ല അതിൻ്റെ ഒരു പ്രശ്നം, അത് ഒരു വലിയ എക്കണോമിയാണ്. ഈ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദാവസായി പറഞ്ഞല്ലോ, അതൊരു ഇൻഡസ്ട്രിയായി മാറിയിട്ടുണ്ട്. ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക വ്യവസായം മാത്രമല്ല, അനൗദ്യോഗികമായിട്ട് തന്നെ ഗൺ കൾച്ചർ എത്രമാത്രം എക്കണോമി സ്വാധീനിക്കുന്നെന്ന് പറയാൻ ഇപ്പോൾ അമേരിക്കയുടെ തെക്കൻ ബൗണ്ടറി ഉണ്ട്, മെക്സിക്കോയായിട്ട് അതിർത്തി പങ്കിടുന്നത്, ഏതാണ്ട് 13,000 കിലോമീറ്ററാണ്. അവിടെ വാൾ പണിയണം, അവിടെ മതിൽ പണിയണമെന്നാണല്ലോ ട്രംപ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് വാൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ വാൾ കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളർ വേണ്ടി വരും അവിടെ മതിൽ പണിയാൻ. ആ മതിൽ പണിതാൽ തന്നെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മധ്യ അമേരിക്കൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, മെക്സിക്കോയിൽ നിന്ന് പ്രധാനമായും ഇല്ലീഗൽ ഇമിഗ്രൻസ് മാത്രമല്ല അമേരിക്കയിലേക്ക് വരുന്നത്, കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ മയക്കുമരുന്ന് കൂടിയാണ്. തിരിച്ച് അമേരിക്ക എന്താണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്? അത് തോക്കാണ്. അപ്പോൾ ഇത് ഒരു അനൗദ്യോഗികമായ കച്ചവടം വലിയ തോതിൽ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് അത് നിർത്താൻ കഴിയില്ല. ഇല്ലീഗൽ ഇമിഗ്രേഷൻ മാത്രമല്ല പ്രശ്നം, മയക്കുമരുന്നിൻ്റെ ഒഴുക്കും തിരിച്ചുള്ള ആയുധത്തിൻ്റെ ഒഴുക്കും, അത് രണ്ടും നടക്കുന്നത് ഈ മെക്സിക്കൻ ബോർഡറിൽ കൂടിയാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായിട്ട് ഇനി എനിക്ക് വെടിയേറ്റല്ലോ നാളെ തൊട്ട് തോക്ക് നിരോധിച്ചളയെന്നൊന്നും അദ്ദേഹം തീരുമാനിക്കില്ല. കാരണം അത് അദ്ദേഹം ആ ഒരു കൾച്ചറിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസിഡന്റിന് വെടിവെപ്പ്, കെന്നഡി വെടിയേറ്റാണല്ലോ മരിച്ചത്, ജോൺ എഫ് കെന്നഡി വെടിയേറ്റാണ് മരിച്ചത്. അങ്ങനെ ഒരുപാട് പ്രസിഡന്റുമാർക്ക് വരെ, എബ്രഹാം ലിങ്കൺ, അങ്ങനെ ഒരുപാട് പ്രസിഡന്റുമാർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇതൊരു പുത്തരിയല്ല. ട്രംപിൻ്റെ ചെവിയിൽ വെടിയേറ്റു എന്നുള്ളത് വലിയൊരു പുത്തരിയൊന്നുമല്ല. സാധാരണ അമേരിക്കയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര വെടിവയ്പ്പ് അത് ഇത്തവണ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് മുൻ പ്രസിഡന്റിനെതിരെയായി മാറി എന്നേ ഉള്ളൂ. യെസ്, അമേരിക്കൻ തോക്ക് സംസ്കാരത്തിൻ്റെ അപകട കഥകളുടെ ഒരു തുടർച്ച.